നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായിട്ടുള്ള നടപടികൾ കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ദിവസമാണ് വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. രണ്ടാം സമൻസിലാണ് വീണ വിജയൻ ഹാജരായത്. ഈ മാസം 12-ാം തീയതിയാണ് വീണ വിജയനോട് ആദ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നിർദ്ദേശിച്ചത്. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. പിന്നീട് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ഏതാണ്ട് 8-8.5 മണിക്കൂറോളം വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന് പിന്നാലെ വീണ വിജയന്റെ ലോക്കറുകൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കായ HDFC ബാങ്കിലുള്ള വീണ വിജയന്റെ ലോക്കറുകളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വീണ വിജയൻ തൻ്റെ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചിരുന്നു. ദുരൂഹ ഇടപാടുകൾ എങ്ങനെയാണ് നടന്നതെന്നും ഈ പണം, അതായത് 2.78 കോടി രൂപ യാതൊരുവിധ സേവനവും നൽകാതെ CMRൽ നിന്നും അക്കൗണ്ടുകളിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നും പിന്നീട് ഈ അക്കൗണ്ടുകളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഇത് പിൻവലിക്കപ്പെട്ടതെന്നുമൊക്കെയാണ് ഇത്തരത്തിൽ EDയുടെ അന്വേഷണം കഴിഞ്ഞ ദിവസം നടന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ലോക്കറുകളിലേക്ക് EDയുടെ ശ്രദ്ധ പോയത്. അതായത് ഈ പണത്തിൽ നിന്നും വാങ്ങിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പണം ഉപയോഗിച്ച് സ്വർണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ വാങ്ങിയിട്ടുണ്ടോ എന്ന ഒരു വിശദാംശമാണ് ഇപ്പോൾ ED ശേഖരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തെ ആയുർവേദ കോളേജ് ജംഗ്ഷനിലുള്ള HDFC ബാങ്കിലെ ലോക്കറുകൾ പരിശോധിക്കുന്നത്. വീണ വിജയന് ധനലക്ഷ്മി ബാങ്കിലും അക്കൗണ്ട് ഉള്ളതായി സൂചനയുണ്ട്. ആ ബാങ്കിലും ലോക്കറുകൾ ഉണ്ടെങ്കിൽ വൈകാതെ പരിശോധന നടക്കും. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ തട്ടിക്കൂട്ട് കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിയ ലക്ഷങ്ങളും കോടികളും ഉപയോഗിച്ച് വാങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കളാണ് ലോക്കറുകളിലുള്ളത് എന്നാണ് സൂചന. ഇത് എന്ന് വാങ്ങിയെന്നും ഏത് പണമാണ് ഇതിന് ഉപയോഗിച്ചതെന്നുമെല്ലാമുള്ള വിവരങ്ങൾ ED ശേഖരിച്ചു കഴിഞ്ഞതായും സൂചനയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോക്കറുകളിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ലോക്കറുകളുടെ പരിശോധനയിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന. ലോക്കറുകൾക്ക് തൊട്ടു പിന്നാലെ ഈ വീണയുടെ സ്വത്ത് വിവരങ്ങൾ തേടി ED സംഘം എത്തും. എത്രയൊക്കെ ഭൂമി വീണ വിജയൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ ആസ്തി വകകളുണ്ട്, ഇതെല്ലാമായിരിക്കും ഇനി ED പരിശോധിക്കുക. അങ്ങനെയെങ്കിൽ ഈ മൊത്തം വെളുപ്പിച്ചിട്ടുള്ള കള്ളപ്പണത്തിന് തത്തുല്യമായ ഈ സ്വത്തുവകകൾ ഉടൻ തന്നെ ED മരവിപ്പിക്കലിലേക്ക് കടക്കും എന്നാണ് സൂചന. കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിവേഗതയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ മാസം 12-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ വീണ ചോദിച്ച സമയം 2 ആഴ്ചയാണ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇപ്പോൾ ഹാജരാകാൻ കഴിയില്ലെന്നും 2 ആഴ്ച സമയം അനുവദിക്കണമെന്നുമാണ് വീണ വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ EDയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഇടപെട്ട് ചോദ്യം ചെയ്യൽ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ബുധനാഴ്ച ഹാജരാകാൻ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയന് സമൻസ് നൽകിയത്. ഈ സമൻസ് അനുസരിക്കാതിരിക്കാൻ വീണ വിജയന് സാധിച്ചില്ല. കാരണം EDയുടെ പക്കൽ സമയം വളരെ കുറവാണ്. ആ സമയത്തിനുള്ളിൽ തന്നെ എല്ലാവിധ വിവരങ്ങളും നേടാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 10:30 വീണ വിജയൻ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിലെത്തി. അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു. ഏതാണ്ട് 11 മണിയോടുകൂടി ED ഉദ്യോഗസ്ഥർ എത്തിയതെപ്പോഴാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. 100 കണക്കിന് ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി തയ്യാറാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണ സംഘം വീണ വിജയനെ കാത്തിരുന്നത്. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ പലതിലും ഈ വീണ വിജയൻ പതറി എന്നാണ് സൂചന. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വന്നത് എങ്ങനെയെന്നും ഈ പണം പിന്നീട് എന്തിനൊക്കെ ഉപയോഗിച്ചെന്നും അവിടെ നിന്ന് ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ വീണ വിജയന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള നിലവിലെ രേഖകൾ അടിസ്ഥാനമാക്കി ED ഈ മൊഴി പരിശോധിക്കുകയാണ്. SFIO അന്വേഷണത്തിൽ ഏതാണ്ട് 134ഓളം രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഈ രേഖകളിൽ പലതും ഇനിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാനുണ്ട്. അങ്ങനെ രേഖകൾ കൈമാറിക്കഴിഞ്ഞാൽ ഈ രേഖകളുമായി ഒത്തുനോക്കിയായിരിക്കും വീണ വിജയന്റെ മൊഴികൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുക. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും ഇനി ലോക്കർ പരിശോധനയും തൊട്ടു പിന്നാലെ സ്വത്ത് വകകൾ കണ്ടുകെട്ടുകയും എന്നാണ് സൂചന. CMRL എന്ന കേരള സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള
ഓഹരി പങ്കാളിത്തമുള്ള കരിമണൽ ഖനന കമ്പനി. ആ കമ്പനി ആണ് മാസം ഓരോ നിശ്ചിത തുക വച്ച് ഈ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുള്ളത്. എന്നാൽ എക്സാലോജിക് എന്ന കമ്പനിയാകട്ടെ വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്ന കമ്പനിയല്ല. മാത്രമല്ല എക്സാലോജിക് CMRLന് യാതൊരുവിധ സേവനങ്ങളും നൽകിയതായി തെളിവുകളുമില്ല. അങ്ങനെ സേവനമൊന്നും നൽകാതെ എന്തുകൊണ്ട് 2.78 കോടി രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് പോയി, വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി, വീണയുടെ വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്ക് എന്തിന് പണം പോയി? മാത്രമല്ല CMRLൻ്റെ സഹോദര സ്ഥാപനമായ മറ്റൊരു കമ്പനിയിൽ നിന്നും 50 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ എന്തിനു സ്വീകരിച്ചു? എന്തുകൊണ്ടാണ് ഇതുവരെ അത് തിരിച്ചടയ്ക്കാതിരുന്നത് എന്നീ ചോദ്യങ്ങളാണ് ഇപ്പോൾ ED വീണയുടെ മുന്നിൽ വച്ചിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് പലതിനും തൃപ്തികരമായ മറുപടി വീണ വിജയന് നൽകാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇത്തരം ഇടപാടുകൾ നിയമപരമായ ഇടപാടുകൾ മാത്രമാണെന്നും ഈ ഇടപാടുകളിന്മേൽ യാതൊരു കള്ളക്കളിയുമില്ലെന്നും ഇതിന് ടാക്സ് അടച്ചിട്ടുണ്ടെന്നും ബാങ്ക് മുഖാന്തിരമാണ് ഇടപാടുകൾ നടത്തിയത് എന്നുമൊക്കെയാണ് CPM വാദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ വാദങ്ങളിൽ നിന്നൊക്കെ CPM പിന്നോട്ട് പോയിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 12 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. ഈ 12 ഇടങ്ങളിൽ പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വസതികളിൽ റെയ്ഡ് ചെയ്ത് മടങ്ങിപ്പോവുകയായിരുന്ന ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ആ ആക്രമണത്തോടുകൂടി CPIMൻ്റെ മുഖം മൂടി നഷ്ടപ്പെട്ടു. 20-25ഓളം പ്രവർത്തകരാണ് ജാമ്യം ലഭിക്കാതെ ഈ കേസിൽ അകത്ത് കിടക്കുന്നത്. കേന്ദ്ര ഏജൻസിയെ ആക്രമിക്കുന്നത് ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് സഖാക്കൾ മനസ്സിലാക്കിയില്ല. സഖാക്കളെ കുരുതി കൊടുത്തുകൊണ്ട് വീണ വിജയനെ രക്ഷിക്കാനാണ് ഈ പിണറായി വിജയനും കൂട്ടരും ശ്രമിച്ചത് എന്ന ആരോപണം ഉയർന്നു. അതിനെ തുടർന്ന് വീണ വിജയനും CMRLും തമ്മിൽ നടന്നിട്ടുള്ള ദുരൂഹ ഇടപാടുകൾ അന്വേഷിക്കട്ടെ എന്നും അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടെത്തട്ടെ എന്നുമാണ് ഇപ്പോൾ പാർട്ടിയുടെ നിലപാട്. വീണ വിജയൻ്റെ വീട്ടിൽ റെയ്ഡിന് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ടീം എത്തിയപ്പോൾ ഉണർന്ന് കലാപം സൃഷ്ടിച്ച CPM പ്രവർത്തകരാരും വീണ വിജയനെ ചോദ്യം ചെയ്തപ്പോൾ ആ ഭാഗത്തെങ്ങും എത്തിയില്ല എന്നുള്ളത് വളരെ കൗതുകമുള്ള കാര്യമാണ്. സാധാരണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടെങ്കിലും ചില പ്രതിഷേധങ്ങളും മുദ്രാവാക്യം വിളികളും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ പാർട്ടിയിലെ ഒരൊറ്റ കുഞ്ഞുപോലും വീണ വിജയനെ പിന്തുടർന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിലെത്തിയില്ല. മാത്രമല്ല ഈ നിമിഷം തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ബാങ്കിലുള്ള വീണയുടെ ലോക്കറുകളിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചിട്ട് പരിശോധിക്കുകയാണ് ED. എന്നിട്ട് പോലും ആ ഭാഗത്തും ഒരു പ്രവർത്തകനും എത്തിയില്ല. എന്ന് പറഞ്ഞാൽ പ്രവർത്തകരും പാർട്ടി നേതൃത്വവുമെല്ലാം വീണ വിജയനെ കൈവിട്ടിരിക്കുന്നു. കോടികളുടെ കൈക്കൂലിപ്പണം ഇങ്ങനെ മറിഞ്ഞുപോയ കേസിൽ എത്തും പിടിയും കിട്ടാതെ അല്ല EDയും SFIOയും എല്ലാം അന്വേഷണം നടത്തുന്നത്. അവരുടെ പക്കൽ കൃത്യമായ തെളിവുകളുണ്ട്. ആ തെളിവുകൾ വാലിഡേറ്റ് ചെയ്ത് നടപടികളിലേക്ക് അതിവേഗം കടക്കുക എന്നുള്ളതാണ് EDയുടെ ഇപ്പോഴത്തെ തന്ത്രം.